വെളിപാട് അധ്യായം 20, അതിന്റെ തലക്കെട്ട് 1000 വർഷത്തെ ഭരണം. ഈ 1000 വർഷത്തെ ഭരണം എന്നുള്ളത് ഒത്തിരി കൺഫ്യൂഷൻസ് ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് വിശുദ്ധരുടെ ഇടയ്ക്ക് പോലും ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് സഭയിൽ വളരെ വ്യക്തതയുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച്. സംശയങ്ങൾ നിലനിൽക്കുന്നു, പക്ഷെ സഭയ്ക്കകത്ത് ഔദ്യോഗികമായിട്ട് ഒരു നിലപാടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു 3 പോപ്പുലർ വ്യൂസ് എന്താണെന്ന് ആദ്യം അറിയാം. ഒന്നാമത്തത് പ്രീ മില്ലേനിയലിസം, രണ്ടാമത്തത് എ മില്ലേനിയലിസം, മൂന്നാമത്തത് പോസ്റ്റ് മില്ലേനിയലിസം. പ്രീ മില്ലേനിയലിസം എന്ന് പറയുന്നത് ഈശോ ഫിസിക്കലായിട്ട് ലോകാവസാനത്തിന് മുമ്പായിട്ട് വരും. അങ്ങനെ വന്നിട്ട് ഒരു 1000 വർഷം ഭരിക്കും. ഇതാണ് പ്രീ മില്ലേനിയലിസം എന്ന് പറയുന്നത്. ഇത് ഏർലി ചർച്ചിൽ വളരെയധികം ആൾക്കാര് പ്രതീക്ഷിച്ചിരുന്നു. അതിന്റെ കൂടെ വിശുദ്ധരുണ്ടാകും ഈശോയുടെ കൂടെ ഭരിക്കാനുമെന്നും വിചാരിച്ചിരുന്നു. അതിനകത്ത് ചില വിശുദ്ധരടക്കം ഈ ഒരു വിശ്വാസം കൊണ്ടു നടന്നിരുന്നു. പ്രധാനപ്പെട്ടത് സെയിന്റ് ജസ്റ്റിൻ മാർട്ടർ എന്ന് പറയുന്നു, സെയിന്റ് ഇറാനിയസ്, ചർച്ച് ഫാദർ പപ്യാസ്. അവരെല്ലാം ഈ ആശയത്തെ കുറിച്ച് അന്ന് ചിന്തിച്ചിരുന്നു, കാരണം അങ്ങനെ ഒരു വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ വ്യൂ എന്ന് പറയുന്നത് എ മില്ലേനിയലിസം. ആ ഒരു വീക്ഷണം എന്ന് പറയുന്നത് ഇതൊരു സിമ്പിളാണ്, വളരെ ദീർഘമായൊരു സമയത്തെ കുറിച്ച്. കാരണം 1000 എന്ന് പറയുന്നത് ബൈബിളില് വളരെ പൂർണ്ണതയുടെയും വളരെ ദീർഘമായൊരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. ഫെയ്ത്ത് എലമെന്റ് ഒത്തിരി വിശുദ്ധര് ഏറ്റെടുത്തിട്ടുള്ളതായിരുന്നു. സെയിന്റ് അഗസ്റ്റിൻ, സെയിന്റ് അംബ്രോസ്, സെയിന്റ് സിപ്രിയാൻ, സെയിന്റ് സിറിയൽ, സെയിന്റ് ബേസിൽ, പിന്നെ സെയിന്റ് ഗിഗ്രി, സെയിന്റ് അത്താനേഷ്യസ്, എല്ലാ വിശുദ്ധരും ഇത് സ്വീകരിച്ചിരുന്നു. ഇതാണ് ഇപ്പോ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പൊസിഷൻ. സിമ്പിൾ ആണെന്നും ലോങ് ടൈം ആണെന്നുള്ളതും. ഈ ലോങ് ടൈം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ആദ്യ വരവ് മുതൽ രണ്ടാം വരവ് വരെയുള്ള സമയം. ഇനി മൂന്നാമത്തെ ഒരു വ്യൂ എന്നുള്ളത് പോസ്റ്റ് മില്ലേനിയലിസം. ഇത് പറയുന്നത് എല്ലാവരും ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നിട്ട് ക്രിസ്ത്യാനിറ്റി ഭരിക്കുന്ന ഒരു ലോകം, ക്രിസ്തുവിന്റെ ഒരു സ്പിരിച്വൽ പ്രസൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെയും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇതില് രണ്ടാമത്തെ പൊസിഷനാണ് സഭ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമുക്ക് ഓരോ വചനം എടുത്ത് നമുക്ക് മുന്നോട്ട് പോവാം. ആദ്യത്തത്, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവന്റെ കയ്യിൽ പാതാളത്തിന്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട്. താക്കോൽ എന്ന വാക്ക് ഏശയ്യാ 22:22 വായിക്കുന്നതാണ്. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഇനി വെളിപാട് 3:7 വായിക്കാം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. വെളിപാട് 1:18 വായിക്കാം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എന്റെ കയ്യിലുണ്ട്. ഇനി ഇവിടെ നമ്മൾ കാണുന്നത് ഈ താക്കോലും പാതാളവുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് പറയുന്ന ബോട്ടംലെസ് പിറ്റ്. അതൊന്ന് റെവലേഷൻ 9:1 ഒന്ന് വായിക്കാം. അഞ്ചാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒരു നക്ഷത്രം വീഴുന്നത് ഞാൻ കണ്ടു. പാതാള ഗർത്തത്തിന്റെ താക്കോൽ അതിന് നൽകപ്പെട്ടു. അതായത് പാതാളമായിട്ട് ബന്ധമുണ്ട്. യഹൂദ ട്രഡീഷൻ അനുസരിച്ച് ഇത് വാട്ടറി പ്ലേസ് ഓഫ് ദ ഡെഡ് ആണ്. ഇതിനെ കുറിച്ച് നമുക്ക് യോനായുടെ പുസ്തകം 2-ാം അധ്യായം 2 മുതൽ 3 വരെയും 5, 6 വായിക്കും. എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് എന്റെ നിലവിളി കേട്ടു.
അവിടുന്ന് എന്നെ ആഴത്തിലേക്ക്, സമുദ്ര മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു. അങ്ങയുടെ തിരമാലകൾ എന്റെ മുകളിലൂടെ കടന്നുപോയി. 5-6. സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു. ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു. പായൽ എന്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. അതിന്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചു പൂട്ടി. എങ്കിലും എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് എന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. ഈ പറയുന്ന പിറ്റ് അല്ലെങ്കിൽ ഈ പാതാളവും ടെമ്പിൾ ആയിട്ട് കണക്റ്റഡ് ആണ് ജൂവിഷ് ലിറ്ററേച്ചറിൽ. അവരുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് സോളമൻ ഈ ദേവാലയം പണിതത് ഓൺ ടോപ്പ് ഓഫ് എ സ്പെഷ്യൽ റോക്ക് കോൾഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ. ഇതിനും ഈ പാതാളമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വീക്ഷണമുണ്ട്. റബ്ബിനിക് ട്രഡീഷനിൽ ഒരു കഥയുണ്ട്. കിങ് ഡേവിഡ് ഫൗണ്ടേഷന് വേണ്ടി ഡിഗ് ചെയ്യാണ്. അങ്ങനെ ഒരു സ്ഥലം വരെ എത്തിയപ്പോ സ്റ്റോൺ നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ദാവീദ് ചോദിച്ചു എന്തുകൊണ്ട്? അപ്പൊ അതിനൊരു ആൻസർ പറഞ്ഞു, ഞാൻ പാതാളത്തിന്റെ മുഖം അടച്ചു വെച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോ ദാവീദ് മുന്നോട്ട് പോയി. അതിൽ നിന്ന് ജലം വന്ന് വളരെയധികം പ്രളയം ഉണ്ടായി. അങ്ങനെ ദാവീദ് സങ്കീർത്തനം 120 മുതൽ 134 വരെ പാടി. ഈ പാതാളത്തിൽ നിന്ന് വന്ന വെള്ളം താന്നു. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവുമായിട്ടുള്ളൊരു നമുക്കിവിടെ ഒരു കണക്ഷൻ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനകത്തെ ഒരു വലിയ ചങ്ങല, ഇതിനെ കുറിച്ച് ഒരു ലെജൻഡ് ഉണ്ട് ആ കാലഘട്ടത്തില്. ഈ ചെയിൻ ഉപയോഗിച്ചിരുന്നത് ഒരു സാക്ഷിയുടെ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഈ ഒരു 1000-ന്റെ ഒരു സൂചനയും കൂടി ഉള്ളത് ഡേവിഡിക് കിങ്ഡം മുതൽ ക്രിസ്തുവിന്റെ സമയം വരയ്ക്ക് 1000 വർഷമാണെന്നുള്ളതാണ്. കാരണം എന്താണ്? ഡേവിഡിക് കിങ്ഡം ബിഗിൻ ചെയ്തത് 1000 BC-യിലാണ്. പിന്നെ ഒരു കാര്യം, ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിന് ബിബ്ലിക്കലായിട്ട് ഒരു ചെറിയ ഒരു ഇൻസൈറ്റും കൂടി ഉണ്ട്. അല്ല എന്നുള്ളതിന് ഈ ഒരു കാര്യം ഏഞ്ചൽ ആണ് ചെയ്യുന്നത്. പഴയ നിയമത്തില് ഏഞ്ചൽസ് ആണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നത്. പുതിയ നിയമത്തില് ക്രിസ്തു ആണ് ചെയ്യുന്നത്. ഇതൊരു സൂചന. അപ്പൊ അങ്ങനെ ഒരു സൂചനയും കൂടി ഉണ്ട്. ഇനി നമുക്ക് വെളിപാട് 20:2 മുതൽ 6 വരെ. അവൻ ഉഗ്ര സർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി. അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിൽ അടച്ചു മുദ്ര വെച്ചു. 1000 വർഷം തികയുവോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണിത്. തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. പിന്നെ ഞാൻ കുറെ സിംഹാസനങ്ങൾ കണ്ടു. അവയിൽ ഇരുന്നവർക്ക് വിധിക്കാൻ അധികാരം നൽകപ്പെട്ടിരുന്നു. കൂടാതെ യേശുവിനും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരശ്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിന്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിന്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു. അവർ ജീവൻ പ്രാപിക്കുകയും 1000 വർഷം ക്രിസ്തുവിനോടുകൂടി വാഴുകയും ചെയ്തു. ഇതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. മരിച്ചവരിൽ അവശേഷിച്ചവർ 1000 വർഷം പൂർത്തിയാകുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ്. ഇവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് ഒരധികാരവുമില്ല. ഇവർ ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും പുരോഹിതന്മാരായിരിക്കും. അവർ അവനോടുകൂടെ 1000 വർഷം വാഴുകയും ചെയ്യും. നമ്മൾ ഇതിനകത്ത് 2-ാം വചനത്തില് സാത്താനും പിശാചുമായി പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക്
വചനത്തിലാക്കി. ഇതൊരു ബൈൻഡിങ് ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 17-ഉം 18-ഉം വായിക്കാം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഡിസൈപ്പിൾസിന് സേറ്റിന്റെ മുകളിൽ ഒരു പവർ ഉണ്ട്. നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16, 17, 18 വായിക്കാം. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. പിന്നെ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13, 14, 15 വചനങ്ങൾ. പിന്നെ അവൻ മുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഇനി മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 29-ാം വചനം. ശക്തനായ ഒരു മനുഷ്യന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കുമോ? ബന്ധിച്ചാൽ കവർച്ച ചെയ്യാൻ കഴിയും. മർക്കോസ് 3:27. ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ. ഏഷ്യ 49:24-25. ശക്തനിൽ നിന്ന് ഇരയെയോ സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയോ വിടുവിക്കുവാൻ കഴിയുമോ? കഴിയും, കർത്താവ് അരുളിച്ചെയ്യുന്നു. ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ഈ സേറ്റന്റെ പവർ ഈ ചർച്ച് ഏജില് റെസ്ട്രിക്റ്റഡ് ആണ്. ഈശോയുടെ വരവോടുകൂടി സേറ്റന്റെ പവർ പണ്ട് ഉണ്ടായിരുന്ന അത്ര ഇല്ല. കാരണം എന്താണ്? 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഇവിടെ ഒരു പോസിബിലിറ്റി ഉള്ളതാണ്. ദൈവം തന്ന ആത്മീയ അധികാരം ഉപയോഗിച്ച് ഈ റെസ്ട്രിക്റ്റഡ് പവർ നമ്മളെ സ്വാധീനിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയുള്ളതാണ്. അത് വിശ്വാസത്തിൽ വളരുന്ന അനുസരിച്ച്, വിശുദ്ധിയിൽ വളരുന്ന അനുസരിച്ചാണ് ഇത് സംഭവിക്കുക. ഡെലിവറൻസ് മിനിസ്ട്രി എന്ന് പറയുന്നത് വിശുദ്ധിയിലുള്ള വളർച്ചയാണ്, വിശ്വാസത്തിലുള്ള വളർച്ചയാണ്. അത് പുതിയ നിയമ ശുശ്രൂഷയാണ്, എല്ലാ വിശ്വാസികൾക്കും പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിനകത്തെ 3-ാമത്തെ വചനം ഒന്നുകൂടി വായിക്കാം. റെവലേഷൻ 23. അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിൽ അടച്ചു മുദ്രവെച്ചു. 1000 വർഷം തികയുവോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണിത്. തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചു വിടേണ്ടിയിരിക്കുന്നു. നമുക്ക് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 42-43 വായിക്കാം. ഇതാ, ഇവിടെ യോനായേക്കാൾ വലിയവൻ. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും
ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നെത്തി. ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. ജീസസിന്റെ ആ കാലഘട്ടം, അപ്പൊ അതൊരു 1000 വർഷം കഴിഞ്ഞൊരു സമയമാണല്ലോ. അപ്പൊ ആ ജനറേഷനെ കുറിച്ച് പറയുന്നതാണ് വേഴ്സ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഡിമോണിക് പൊസഷൻ. ഇതേപോലെ തന്നെ അവസാനം ഉണ്ടാവും. അത് CCC 675 പറയുന്ന ഇങ്ങനെയാണ്: ബിഫോർ ക്രൈസ്റ്റ് സെക്കൻഡ് ടൈം കമ്മിങ് there would be ഫൈനൽ ട്രയൽ. ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു ലൂസനിങ് ടൈം ഉണ്ടാവും. അവിടെ ചേർച്ച് വീക്ക് പോലെ തോന്നും. പക്ഷെ ഇന്ന് ഡെവിള് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത് ഈ കാത്തലിക് ചേർച്ചും ക്രൈസ്റ്റും കാരണമാണ്. there will be tribulation in the end. Satan gets permission. Church becomes weak. പക്ഷെ അത് ലാസ്റ്റ് അല്ല, കുറച്ച് സമയത്തേക്ക് ദൈവം അനുവദിക്കുന്നതാണ്. ആ അനുവദിക്കുന്നതിന്റെ കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. അപ്പൊ 7-ാം വചനത്തിലൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇനി നമുക്ക് എഫേഷ്യൻസ് 4:14 വായിക്കാം. നാം ഇനിമേൽ തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. ഇതാണ് ലാസ്റ്റ് ടൈമിൽ സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ച് ഒരു സൂചനയാണ് അവിടെ തരുന്നത്. ഇനി നമുക്ക് 20-ാം അധ്യായത്തിലെ 4 മുതൽ 6 വരെയുള്ള ഈ ഫസ്റ്റ് റിസറക്ഷൻ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചൊന്ന് ധ്യാനിക്കാം. നമുക്ക് അതിലത്തെ 4-ാം വചനം ഒന്ന് ആദ്യം വായിക്കാം. പിന്നെ ഞാൻ കുറെ സിംഹാസനങ്ങൾ കണ്ടു. അവയിൽ ഇരുന്നവർക്ക് വിധിക്കാൻ അധികാരം നൽകിയിരുന്നു. കൂടാതെ യേശുവിനും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിന്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിന്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു. ഈ വിശുദ്ധർ ആരാണെന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഇത് ദാവീദ് മുതൽ ക്രിസ്തു വരെയുള്ള എല്ലാ പ്രവാചകരും രക്തസാക്ഷികളുമാണ്. പിന്നെ അവിടെ ഒരു ചോദ്യമുണ്ട്, ദോസ് ഹു ആർ ബിഹെഡഡ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണ്. ഈ ബാപ്റ്റൈസർ ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഓൾ ദ പ്രോഫറ്റ്സ് ഹു വർ കിൽഡ് ഫോർ ദെയർ വിറ്റ്നസ് ടു ഗോഡ്. മൂന്നാമത്തെ ഒരു കാറ്റഗറി, those who do not worship the beast or his image. അത് ആ കാലഘട്ടത്തിൽ ഓർഡർ ഉണ്ടായിരുന്നു പേഗൻ റൂളേഴ്സിനെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സ്വീകരിക്കാത്തവരാണ്. ഇത്രയും ആൾക്കാരാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ കാണുന്ന ഫസ്റ്റ് റിസറക്ഷൻ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ചോദ്യം ഉണ്ടല്ലോ അവിടെ. ഒന്നാം പുനരുത്ഥാനം. എന്താണ് ഒന്നാമത്തെ പുനരുത്ഥാനം? മാമോദീസയിലൂടെ നമ്മൾ ഒരു പുതിയ ജീവൻ ആരംഭിക്കുന്നു. ഇതിനെ നമ്മൾ പറയുന്നത് സ്പിരിച്വൽ റിസറക്ഷൻ എന്നാണ്. ഈ സ്പിരിച്വൽ റിസറക്ഷൻ പ്രാപിച്ചവര് വിശ്വസ്തയോടുകൂടി ജീവിച്ച് മരണാനന്തരം അവരുടെ ആത്മാവ് തനത് വിധിക്ക് ശേഷം സ്വർഗത്തിൽ പോകുന്ന ആ ഒരു അവസ്ഥയെ ആണ് ആദ്യ പുനരുത്ഥാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ വചനത്തിലേക്ക് ഓരോന്നോരോന്ന് വായിച്ചു പോകുമ്പോൾ അത് ക്ലിയർ ആവും. ഈ സ്പിരിച്വൽ റിസറക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കയറി പോകുന്ന കാര്യം അവിടെ ക്ലിയർ ആവും. ഇനി നമുക്ക് വചനം വായിക്കാം. മാമോദീസയെ കുറിച്ചുള്ള വചനം റോമ 6:3-4. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്തു സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്തു സംസ്കരിക്കപ്പെട്ടത്.
കൊളോസസ് 3:1. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. മാമോദീസ സ്വീകരിക്കുന്നത് വഴിയായിട്ട് പ്രീസ്റ്റും പ്രോഫറ്റും കിങ്ങുമായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് ഇൻകോർപ്പറേറ്റഡ് ആകുന്നത്. ഇങ്ങനെ ഇൻകോർപ്പറേറ്റഡ് ആകുന്നില്ലെങ്കിൽ നമ്മളൊരു മരണ അവസ്ഥയിലാണ്. ആ മരണ അവസ്ഥ എന്ന് പറയുന്നത് മാമോദീസ സ്വീകരിക്കാത്ത ആത്മാവിന്റെ അവസ്ഥ. ഇതുകൊണ്ടാണ് മാമോദീസ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. മാമോദീസ സ്വീകരിക്കുമ്പോഴാണ് ആത്മീയ ഉത്ഥാനം ഉണ്ടാവുകയും അങ്ങനെ ജീവൻ നിലനിർത്തി വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടെ സ്വർഗപ്രവേശനം നടക്കുന്നത്. ഈ ഫസ്റ്റ് റിസറക്ഷൻ ഫസ്റ്റ് ഡെത്ത് ആയിട്ട് കണക്റ്റഡ് ആണ്. അത് നമുക്ക് വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 10-11 കാണാൻ സാധിക്കും. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ഫസ്റ്റ് ഡെത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെത്ത് ആണ്. ഇത് ദൈവ പദ്ധതിയിൽ ഉണ്ടായിരുന്നതല്ല. നമ്മള് ജ്ഞാനത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 22, 23, 24 വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. ദൈവത്തിന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല. വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. നിരപരാധകർക്കുള്ള സമ്മാനം വില വെച്ചില്ല. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. തന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. പ്രഭാഷകൻ 25-24 വായിക്കാം. ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വെച്ചത്. അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു. ഇവിടെ ഈ ഫിസിക്കൽ ഫസ്റ്റ് ഡെത്ത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു. സെക്കൻഡ് റിസറക്ഷൻ എന്താണെന്നും സെക്കൻഡ് ഡെത്ത് എന്താണെന്നുള്ളതും നമ്മൾ വരുന്ന വചനങ്ങളിൽ മനസ്സിലാക്കും. ഇവിടെ ഈ ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് മാർട്ടേഴ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ലൈഫ് ഗിവിംഗ് ലവ് കുറിച്ചാണ്. അവരെ തന്നെ വിശുദ്ധീകരിച്ചു. they are made holy in their priestly offering and in a special way made ready for heaven. We too are called to prepare ourselves in this life for heaven by giving our lives to God. അത് രക്തസാക്ഷിത്വത്തിലൂടെ ആകാം, അല്ലെങ്കിൽ ഡെയിലി സെൽഫ് സാക്രിഫൈസിലൂടെയും ആകാം. ഇനി നമുക്ക് വെളിപാടിന്റെ പുസ്തകം 20-ാം അധ്യായം 7-8 വചനങ്ങൾ ഒന്നുകൂടി വായിക്കാം. 7-8. എന്നാൽ 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും. ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തുവരും. ഗോഗ്, മാഗോഗ് എന്നിവയെ യുദ്ധത്തിനായി അവൻ ഒന്നിച്ചുകൂട്ടും. അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽത്തരികളോളം ആയിരിക്കും. ക്രൈസ്റ്റ് എർത്തിലി ഡേവിഡിക് കിങ്ഡമിനെ റീപ്ലേസ് ചെയ്യാൻ വന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ജെറുസലത്തെ ഹെവൻലി റിയാലിറ്റീസിലേക്ക് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ സമയത്താണ് ഈ വിക്കറ്റ്നെസ് എർത്തിലി സിറ്റിയിൽ വരുന്നത്. ഫസ്റ്റ് കമ്മിങ്ങിന്റെ റിസൾട്ട് ആണ് ഈ നമ്മൾ പറയുന്നത്. ഇതേപോലെ തന്നെ ന്യൂ ജെറുസലത്തിന് വേണ്ടി വരുമല്ലോ. ആ ഒരു സമയത്തും ഒരു കുറച്ച് സമയത്തേക്ക് ഈ ഒരു ലൂസനിങ് ഉണ്ടാകും. ഇതിനകത്ത് പറയുന്ന ഗോഗ് ആൻഡ് മെഗോഗ്, ഇത് നമുക്ക് പഴയ നിയമത്തിൽ എസെക്കിയേൽ 38 2-3 വചനത്തിൽ വായിക്കാൻ സാധിക്കും. മാഗോഗ് ദേശത്തെ ഗോഗിനെതിരെ മേശക്, തൂബാൽ എന്നിവിടങ്ങളിലെ പ്രധാന നാടുവാഴിക്കെതിരെ മുഖം തിരിച്ചു പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, മേശക്കിലെയും
തൂബാലിലെയും അധിപതിയായ ഗോഗേ, ഞാൻ നിനക്കെതിരാണ്. ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴി തെറ്റിക്കാൻ. അത് അതിനെ ഉദ്ദേശിക്കുന്ന വേൾഡ് വൈഡ് അറ്റാക്ക് ആണ്. മെഗോഗും ഗോഗും ഒക്കെ സൂചിപ്പിക്കുന്നത്, ഗോഗ് ശരിക്കും ഒരു ലീഡറാണ്, മെഗോഗ് ഒരു ലാൻഡാണ്. ഗോഗ് ലീഡർ ഫ്രം ദ ലാൻഡ് ഓഫ് മെഗോഗ്. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. Those who fight against the Davidic Messiah and destroy Jerusalem. ഇത് എന്നും ഈ 2 പദം സൂചിപ്പിക്കുന്നത് ഈശോയെയും പെർസിക്യൂട്ട് ചെയ്ത ആൾക്കാരും അതുപോലെ ദൈവജനത്തെ പെർസിക്യൂട്ട് ചെയ്ത ആൾക്കാരും. ഇന്നും ഇതൊരു സിംബോളിസമാണ്. ഇത് ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സഭയെയും നശിപ്പിക്കുന്നവർ. നമുക്ക് ഇനി 20-ാം അധ്യായത്തിലെ 9-ഉം 10-ഉം വചനങ്ങൾ വായിക്കാം. അവർ ഭൂതലത്തിൽ കയറി വന്നു വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും വളഞ്ഞു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ വിഴുങ്ങി. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാപകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. അപ്പൊ ഇവിടെ ചർച്ചിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്? വിശുദ്ധരുടെ പാളയം എന്നാണ് പറയുന്നത്. ഇത് ചർച്ചിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അവർക്ക് ഈ ലോകം എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ ഒരു വാസമാണ്. അവര് സ്വർഗീയ യെരുസലേമിലേക്ക് ഉള്ള യാത്രക്കാരാണ്. അത് നമുക്ക് കൊളോസസ് 3-ലെ 2-ാം വചനം ഒന്ന് വായിക്കാം. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. യാക്കോബ് 1:17. ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന്, മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. നമ്മൾ പറഞ്ഞു വന്നത് സഭ എന്ന് പറയുന്നത് വിശുദ്ധരുടെ പാളയം. പാളയമാണെന്ന്. വേറെ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് പുതിയ യെരുശലേം എന്നാണ്, ബിലൗഡ് സിറ്റി എന്ന് പറയുന്നത്. ഇതാണ് സഭയുടെ 2 ഐഡന്റിറ്റി. നമുക്ക് ഏശയ്യായുടെ പുസ്തകം 66-ാം അധ്യായം 15-ഉം 16-ഉം വായിക്കാം. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും, അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ, അവിടുത്തെ ഉഗ്രക്രോധം ആഞ്ഞടിക്കും, അവിടുത്തെ ശാസനം ആളിക്കത്തും. കർത്താവ് അഗ്നി കൊണ്ട് വിധി നടത്തും, എല്ലാ മർത്യരുടെയും മേൽ വാളുകൊണ്ട് വിധി നടത്തും. കർത്താവിനാൽ രക്ഷിക്കപ്പെടുന്നവർ അസംഖ്യമായിരിക്കും. ഇനി നമ്മള് ഇത് ഒരു സൈഡ് കണ്ടു കഴിയുമ്പോൾ അടുത്തത് ദൈവത്തെ സ്വീകരിക്കാതെ ഉള്ളവരെ അഗ്നിയിൽ നശിപ്പിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ സാത്താനും നശിപ്പിക്കപ്പെടുന്നു. അതാണ് നമ്മൾ 10-ാം വചനത്തിൽ വായിക്കുന്നത്. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാപകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. ഇനി നമുക്ക് 20-ാം അധ്യായം 11-ാം വചനം വായിക്കാം. ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിൽ ഇരിക്കുന്നവനെയും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. ഈ വൈറ്റ് എന്നുള്ളത് വെളിപാടിന്റെ പുസ്തകത്തിലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ്. വൈറ്റ് എന്നുള്ളത് നമുക്ക് 1-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. ജീസസിന്റെ വൈറ്റ് ഹെയറിനെ കുറിച്ച് പറയുന്നു. വെളിപാട് 3-ാം അധ്യായത്തിൽ വൈറ്റ് വെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുന്നു. വെളിപാട് 14-ല് വൈറ്റ് ക്ലൗഡിനെ കുറിച്ച് പറയുന്നു. വെളിപാട് 19-ല് വൈറ്റ്
ഹോഴ്സിനെ കുറിച്ച് പറയുന്നു. ഇപ്പൊ വെളിപാട് 20:11 വൈറ്റ് ത്രോണിനെ കുറിച്ച് പറയുന്നു. ഇതേപോലെ തന്നെ സെയിൻസിനെ കുറിച്ച് റെവലേഷൻ 4, 6, 7, 15, 9 ശുഭ്രവസ്ത്രം ധരിക്കുന്നവരായിട്ട് പറയുന്നു. ഇവിടെ പറയുന്ന ഈ ജീവന്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ മനസ്സും ദൈവത്തിന്റെ ഓർമ്മയുമാകുന്നു. ഇനിയിപ്പോ ഇവിടെ നമുക്ക് രണ്ടാം മരണവും രണ്ടാം പുനരുത്ഥാനവും എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. എന്താണ് രണ്ടാം മരണം? അത് 14-ാം വചനത്തിൽ നമുക്ക് കിട്ടും. മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം. ഇത് ഹെല്ലാണ്. ഒരു ജഡ്ജ്മെന്റ് ആണല്ലോ. ബോഡിലി റിസറക്ഷൻ ഉണ്ടാകുന്നു ജനറൽ ജഡ്ജ്മെന്റിൽ. നമ്മുടെ ഫസ്റ്റ് പെർട്ടിക്കുലർ ജഡ്ജ്മെന്റിൽ എന്താണ് ഉണ്ടാകുന്നത്? സോളിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സെക്കൻഡ് റിസറക്ഷനിൽ നമ്മുടെ സോളും ബോഡിയും യുണൈറ്റഡ് ആകുന്നു. ഇനി നമുക്ക് ഒരു 2 വചനം വായിക്കാം. 2 കൊരിന്തോസ് 5:17. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഈ ഒരു ട്രാൻസ്ഫോംഡ് യൂണിയൻ ആണ് ഏതിൽ സംഭവിക്കുന്നത്? സെക്കൻഡ് റിസറക്ഷൻ. ഇനി സെക്കൻഡ് ഡെത്തിൽ എന്തുണ്ടാകുന്നു? ഹെല്ലിലേക്ക് പോകും. ഫസ്റ്റ് റിസറക്ഷൻ കിട്ടിയവര് എന്തായാലും സെക്കൻഡ് ഡെത്തിലേക്ക് പോവില്ല, റിസറക്ഷനിലേക്ക് പോയിരിക്കും.